ശരണ്യ റിയലായി കാട് കയറി. പക്ഷേ നമ്മൾ മലയാളികൾ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ശരണ്യ പോയതിനെക്കുറിച്ച് ഓർത്ത് വെറുതെ ചിന്തിച്ച് കാട് കയറുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ശരണ്യയുമായി ബന്ധപ്പെട്ടാണ്. 2 ദിവസമായിട്ട് ഇത് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നു, സമയം കിട്ടിയില്ല. എന്തായാലും ഇപ്പോൾ ഇത് സംസാരിക്കാതെ തരമില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. ശരണ്യ കാട് കയറിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതിനെക്കുറിച്ച് പിന്നീട് ധാരാളം ചർച്ചകളുണ്ടായി. ശരണ്യ ഫേക്കാണെന്നും അവർക്ക് മറ്റ് തീവ്രവാദ ബന്ധമുണ്ടെന്നും നോർമൽ കേസിൽ ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റില്ല എന്നും ഭക്ഷണം കഴിക്കാതെ അങ്ങനെ 4 ദിവസം കൂളായിട്ടിരിക്കാൻ പറ്റില്ലെന്നും വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ജീവനോടെ തിരിച്ചു വരാൻ സാധിക്കില്ല, ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ എല്ലാ മാധ്യമങ്ങളിലും വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളോടൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ അവരൊക്കെ സംസാരിച്ചത് കൊണ്ടല്ല, അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. ശരണ്യ നമ്മൾ കാണുന്ന പോലെ ഒരു സാധാരണ സ്ത്രീയല്ലെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ സാധാരണ സ്ത്രീയിനേക്കാൾ അതുമല്ല, കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ജീവിതത്തെ അങ്ങനെ ഭയപ്പാടൊന്നുമില്ല. അവർ എല്ലാം വളരെ കൂളായിട്ട് എടുക്കുന്ന ഒരാളാണ്. അതിനുള്ള ഒറ്റ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, അവരുടെ വീട്ടുകാരോട് പറയാതെയാണ് അവർ ഈ യാത്ര പോയത്. ചിലപ്പോൾ അവിടെ ചെന്നിട്ട് പറയും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞതിന് ശേഷം പറയും. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന, വിദ്യാഭ്യാസമുള്ള, ജോലിയുള്ള, അല്ലെങ്കിൽ ജീവിതത്തെ കുറച്ചുകൂടെ ജീവിതം കുറച്ചുകൂടെ ആസ്വദിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളെപ്പോലെ കുടുംബം, വീട്ടുകാർ, അല്ലെങ്കിൽ പേടി, ആ ഭയം, അതൊന്നും അവരെ സംബന്ധിച്ചൊരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ ട്രക്കിങ് പോലത്തെ സംഭവങ്ങൾക്ക് പോകുന്നത് തന്നെ. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർ അവരോട് ചോദിക്കുന്നു, എന്നാണ് ഇത് തുടങ്ങിയത് ട്രക്കിങ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് ഞാൻ അങ്ങനെ പണ്ട് ചേട്ടനുമായിട്ടൊക്കെ ഇങ്ങനെ അറിയത്തില്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ നടക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ, അവർ കൊച്ചിലെ തൊട്ട് ഇങ്ങനെ ഒരു ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പം അവരെ സംബന്ധിച്ച് ഒരു കാട്ടിൽ രാത്രിയിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ സംഭവമൊന്നും അല്ലെന്നേ. നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ സാഹസികത ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഞാൻ ഇതിനെ സാഹസികത എന്ന് പറയുന്നുള്ളൂ, കാരണം എൻ്റെ ചിന്തയിലാണ് അത് സാഹസികം കേട്ടോ. അവരെ സംബന്ധിച്ച് ഇതവർ ആസ്വദിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഇത് ഭയങ്കര ആസ്വദിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. കാടിൻ്റെ ഭംഗി, അല്ലെങ്കിൽ കാട്ടിൽ രാത്രിയിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവിക്കാന്നുള്ളൂ, പോകാൻ മാർഗ്ഗമില്ലല്ലോ, ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുമ്പോൾ പോകാം എന്നുള്ള കണക്കൂട്ടിൽ അവർ ഇരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് രാത്രി മിന്നാമിനും കൊണ്ടായിരുന്നു, രാത്രി ഫുൾ മൂൺ ആയതുകൊണ്ട് നല്ല പ്രകാശം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വാസ്തവമായിരിക്കാം. നമ്മളിരുന്ന് ആലോചിച്ച് വെറുതെ കാട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചില മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകാരൊക്കെ പറയുന്നു, അവർ സർക്കാരിൻ്റെ പണം കൊള്ളയടിച്ചു, അവരെ അന്വേഷിച്ച് എന്തുമാത്രം പൈസ ചിലവായി, പിന്നെന്താണ്, നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പൈസയല്ലേ, അവരുടെ നിന്ന് അത് തിരിച്ചു വാങ്ങണം, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ വെറും ചുമ്മാ കിടന്ന് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ എത്രയോ രാഷ്ട്രീയക്കാരും അല്ലാത്ത ആളുകളൊക്കെ എത്രയോ മുടിപ്പിക്കുന്നുണ്ടല്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ ഇങ്ങനെ ഒരാളെ തപ്പി, ഒരു കാട്ടിലകപ്പെട്ടു പോയ ഒരാളെ തപ്പിപ്പോയതിലാണോ നിങ്ങൾക്ക് ഇത്ര ദണ്ണം? എനിക്കതിനോടൊന്നും യാതൊരു യോജിപ്പില്ല. ഇപ്പോഴത്തെ കർണാടക സർക്കാർ എന്തോ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു, പുള്ളിക്കാരിക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നോ എന്തൊക്കെയാ പറഞ്ഞിട്ട് അങ്ങനെയും വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ വാസ്തവത്തെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാനൊരു മനുഷ്യനെന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ ലൈറ്റായിട്ട് വിഷയങ്ങളെ കാണുന്ന ഒരു സ്ത്രീയാണ്. അവരിങ്ങനെയൊക്കെ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കപ്പാസിറ്റി. അവർ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ വിചാരിച്ചത് എൻ്റെ ചേട്ടനോ എൻ്റെ സുഹൃത്തോ എന്നെ അന്വേഷിച്ച് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പം അവർ റിപ്പോർട്ട് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു അന്വേഷണം ഉണ്ടാകും. ഇതുപോലെ വലിയ വാർത്തയാകുമെന്നൊന്നും അവർ പ്രതീക്ഷിച്ചിട്ടില്ല, അവരത് ആഗ്രഹിച്ചിരുന്നെന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഓരോ ചാനലുകാരും ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ വളരെ കൂളായിട്ടാണ് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പം 10 പേരെ അറിയാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ അവിടെ കാട്ടിൽ പോയപ്പോൾ ഞാൻ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങളും വിവരിച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ പറയാൻ ശ്രമിക്കും. പക്ഷേ ഇവരങ്ങനെയൊന്നും ചെയ്യുന്നില്ല. കാരണം ഇത് ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ യാത്രകൾ പോവുക, ട്രക്കിങ് പോവുക, അത് ചിലപ്പോൾ വീട്ടുകാരോട് പറയും, ചിലപ്പോൾ വീട്ടുകാരോട് പറയാതെ പോകും. അവർ
വളരെ സ്വതന്ത്രമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ ആകാവും ഇങ്ങനെ ആകാവും അങ്ങനെയൊന്നുമില്ല. അത് അവരുടെ ഇഷ്ടം, നമ്മളതിൻ്റെ കയറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇനി അവർക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്ന് ഇനിയിപ്പോൾ സർക്കാർ അന്വേഷണം ഇട്ടിട്ടുണ്ടല്ലോ, കർണാടക സർക്കാർ, അതുവഴി ഒന്ന് കണ്ടെത്തട്ടെ. അങ്ങനെ കണ്ടെത്തുവാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ തിരുത്തിക്കോളാം. എന്തായാലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. അവർ കൂളായിട്ട് വിഷയങ്ങളെ കാണുകയും ഇങ്ങനെയൊക്കെ യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. അതിനെ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര വലുപ്പത്തിൽ കാണിച്ചത് നമ്മളെപ്പോലുള്ള ആളുകളാണ്. ഭയങ്കര സംഭവമായിട്ട് അവർ 4 ദിവസം കുടുങ്ങി, അപ്പോൾ അവരെ രക്ഷപ്പെടുത്തി, അവരെന്ത് ചെയ്യുമായിരുന്നു ആകാംക്ഷയോടെ ഇരുന്നത് നമ്മളാണ്. അവർക്ക് പ്രത്യേകിച്ച് ആകാംക്ഷയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വെറുതെ ഈ വിഷയം എടുത്തിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടെന്ന് ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. അവർ സ്വതന്ത്രമായി ജീവിച്ചോട്ടെ. അവരിതൊന്നും അവർ സ്വയം ആസ്വദിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ ഇതൊന്നും നമ്മളെ ആസ്വദിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്.